എനിക്ക് തോന്നുന്നത് സൽമാൻ ഖാന് ഈ മൂവീസിലുള്ളത് ഫേക്ക് ആബ്സ് ആണ് എന്നുള്ളതാണ്. ഏർലി 90s വരെ ഓൺ സ്ക്രീനിൽ ഒരു ഫിറ്റ് ബോഡി കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇന്ത്യൻ ജനതയുടെ മെന്റാലിറ്റി പലപ്പോഴും ഫിറ്റ് ബോഡി എന്നുള്ളത് ബോഡി ബിൽഡേഴ്സിന് മാത്രമാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ ഹോളിവുഡ് ആക്ടേഴ്സ് ചെയ്യുന്നതാണെന്നോ എന്നൊക്കെ ആയിരുന്നു. എന്നാൽ സ്വന്തം ബോഡി പല സിനിമകളിൽ ഫ്ലോണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു റെവല്യൂഷൻ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ഇന്ത്യൻ ആക്ടേഴ്സിനും ഓൺ സ്ക്രീനിൽ ഒരു ഫിറ്റ് ബോഡി കൊണ്ടുവരാൻ കഴിയും എന്ന് തെളിയിച്ച ബോളിവുഡിലെ ഭായ് എന്ന് വിളിക്കുന്ന സൽമാൻ ഖാൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്ന ബിഗിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോ ഒന്ന് തുടങ്ങാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ മനുഷ്യന്റെ പ്രോഗ്രഷൻ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1965 സൽമാൻ ഖാൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യത്തെ മൂവിയായ 1988 വന്ന ബീവി ഹോ തോ ഏസ എന്ന് പറയുന്ന സിനിമയോ അല്ലെങ്കിൽ 1989 പുറത്തു വന്ന മേനെ പ്യാർ കിയ എന്നുള്ള സിനിമയിലെ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ സ്ലൈറ്റ് ആയി മസിൽ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം സ്കിന്നി ആയിരുന്നു. പല ആർട്ടിക്കിൾസും പറയുന്നത് സൽമാൻ ഖാൻ ഏകദേശം 17 വയസ്സുള്ളപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയെന്നും, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മൂവീസ് ഒക്കെ വന്നത് അദ്ദേഹത്തിന് ഏകദേശം 22-23 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അതിന്റെ അർത്ഥം അപ്പോൾ തന്നെ അദ്ദേഹം ഏകദേശം 3-4 വർഷമായി വർക്കൗട്ട് ചെയ്ത് വരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സ്ലൈറ്റ് ഡെഫിനിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. 1992 പുറത്തു വന്ന സൂര്യവംശി എന്ന് പറയുന്ന സിനിമയിലെ ഈ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സൽമാൻ ഖാന്റെ മസിൽ മാസ് നന്നായി കൂടി എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പ്രായം എന്ന് പറയുന്നത് 27 വയസ്സാണ്. സൽമാൻ ഖാന്റെ മസിൽ ഗെയിൻ നമ്മൾ നമ്പേഴ്സ് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1988 പുറത്തു വന്ന ബീബി ഹോ തോ ഏസ എന്ന് പറഞ്ഞ മൂവിയിലെ സ്റ്റിൽസ് നമ്മൾ നോക്കിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏജ് എന്ന് പറയുന്നത് 22 ആണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് ആ സമയത്ത് 62 കിലോഗ്രാം ആണ് എന്നാണ് ഞാൻ പല സോഴ്സസിലും കണ്ടത്. ഈ സോഴ്സസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കും. ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എൻ്റെ അനുമാനപ്രകാരം ഏകദേശം ഒരു 18% എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറച്ച് കൂടുതലോ കുറവായിരിക്കാം, 20% ആയിരിക്കാം, അല്ലെങ്കിൽ 16% ആയിരിക്കാം. എനിവേ ബ്രോഡ് അപ്രോക്സിമേറ്റ് ആയി നമുക്കൊരു 18% വെച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള പോലെ ഒരാളുടെ വെയിറ്റും ബോഡി ഫാറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ മസിൽ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അയാളുടെ വെയിറ്റ് ഇൻറ്റു 1 - അയാളുടെ ബോഡി ഫാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ മസിൽ മാസ് കിട്ടുന്നതായിരിക്കും. ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മസിൽ മാസ് എന്ന് പറയുന്നത് 50.8 കിലോഗ്രാം ആണ് എന്നാണ് കിട്ടുന്നത്. ഇനി ഇതിന് ശേഷം 1992 പുറത്തു വന്ന സൂര്യവംശി എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റിൽസ് നമ്മൾ നോക്കിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏജ് എന്ന് പറയുന്നത് 27 ആണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് ആ സമയത്ത് എത്രയാണ് എന്ന് പല സോഴ്സസിലും ചെക്ക് ചെയ്തിട്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 75 കിലോഗ്രാം ആണ് എന്നാണ് പല സോഴ്സസും പറയുന്നത്. ആൻഡ് കഴിഞ്ഞ 2 ദശകമായി ഏകദേശം അദ്ദേഹത്തിന് ഒരു 5-6 കിലോഗ്രാം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1992 അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 70 കിലോഗ്രാം ആണ് എന്ന് എടുക്കാം. ഒരിക്കൽ കൂടി ഇത് വളരെ അപ്രോക്സിമേറ്റ് നമ്പർ ആണ്. ഇതിലൊരു ആക്യുറസി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്നത് ഒരു 17-18% ലോവർ എൻഡ് എടുത്താൽ പോലും ഏകദേശം 17% എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മസിൽ മാസ് കണ്ടുപിടിക്കാൻ ഒരിക്കൽ കൂടി ഈ സെയിം ഫോർമുല ഉപയോഗിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ വെയിറ്റ് ഇൻറ്റു 1 - അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 58.1 കിലോഗ്രാം ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ മസിൽ ഗെയിൻ, അതായത് എത്രത്തോളം അദ്ദേഹത്തിന് മസിൽസ് കൂടി എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ ഫൈനൽ ഉണ്ടായിരുന്ന മസിൽ മാസ് മൈനസ് ഇനിഷ്യൽ ഉണ്ടായിരുന്ന മസിൽ മാസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ കിട്ടുന്നതെന്ന് പറയുന്നത് 7.3 കിലോഗ്രാം ആണ് എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഇത്രയും മസിൽ ഗെയിൻ ചെയ്തിട്ടുള്ളത് ഏകദേശം 5 വർഷം എടുത്തിട്ടാണ്. 22 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളപ്പോഴാണ്. ഓരോ വർഷത്തിലും 52 വീക്കാണുള്ളത്. സോ ടോട്ടൽ ടൈം ടേക്ക് എന്ന് പറയുന്നത് 260 വീക്കാണ്. ഇനി റേറ്റ് ഓഫ് മസിൽ ഗെയിൻ, ഓരോ ആഴ്ചയിലും അദ്ദേഹത്തിന് എത്ര മസിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ടോട്ടൽ മസിൽ ഗെയിൻ ഡിവൈഡഡ് ബൈ ഈ ടൈം ടേക്കൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. ഈ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.027 കിലോഗ്രാം ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓരോ ആഴ്ചയും അദ്ദേഹത്തിന് 27 ഗ്രാം, അതായത് ഏകദേശം 25 മുതൽ 30 ഗ്രാം മസിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി 2016 പുറത്തു വന്ന ഈ ജേർണൽ പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്ററിന് ഐഡിയൽ കണ്ടീഷനിൽ ഏകദേശം
90 മുതൽ 100 ഗ്രാം വരെ മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇത് ഐഡിയൽ കണ്ടീഷൻ ആണ് ആൻഡ് ജനറ്റിക്സ് പോലുള്ള പല ഫാക്ടേഴ്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്. സൽമാൻ ഖാന്റെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന് 100 ഗ്രാം പോലും ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം ആവറേജ് ആയി ഒരു 30 ഗ്രാമോളം മസിൽസ് ആണ് അദ്ദേഹത്തിന് പെർ വീക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഏജ് നോക്കിയാൽ പോലും 22 മുതൽ 27 വയസ്സ് വരെയാണ് ആവറേജ് ആയി ഒരു മനുഷ്യന് ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രായമാണത്. ലേറ്റ് 90s പുറത്തു വന്ന ബന്ധൻ, പ്യാർ കിയാ തോ ഡർനാ ക്യാ പോലുള്ള സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏർലി 90s നിന്നും ലേറ്റ് 90s ആകുമ്പോൾ സൽമാൻ ഖാൻ സ്ലൈറ്റ് ആയിട്ട് മസിൽ മാസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏകദേശം 10-15 വർഷത്തോളം അപ്പോൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ സൽമാൻ ഖാൻ സ്വന്തം ജനറ്റിക് പൊട്ടൻഷ്യലിലോട്ട് അടുത്തു വരുന്നു എന്നുള്ള കാര്യമാണ്. ഒരാൾ നാച്ചുറലി സ്വന്തം ഫ്രെയിമിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മസിൽസിനെയാണ് നമ്മൾ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ ജനറ്റിക് പൊട്ടൻഷ്യൽ സൽമാൻ ഖാൻ എത്തിയോണ്ടാവണം ഏർലി 2000s മുതൽ മിഡ് 2000s വരെ വന്ന പല സിനിമകളിലും അദ്ദേഹത്തിന് മസിൽ മാസ് കൂടാതെ ഏകദേശം അങ്ങനെ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിന് എക്സാമ്പിളായി 2002 തുംകോ നാ ഭൂൽ പായെങ്കെ, 2004 മുജ്സെ ഷാദി കരോഗെ, 2007 പാർട്ട്ണർ പോലുള്ള സിനിമകളിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ മസിൽ മാസ് അധികം ചേഞ്ച് ആവാതെ അതേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെന്റേജ് പറയുന്നത് ഏകദേശം 12 മുതൽ 15% വരെയാണ് എന്നുള്ളതാണ് എൻ്റെ അനുമാനം. മിഡ് 2000s ഏകദേശം 70 മുതൽ 72 കിലോഗ്രാം ഉണ്ടായിരുന്ന സൽമാൻ ഖാന് ലേറ്റ് 2000s ആവുമ്പോൾ വാണ്ടഡ് പോലെയുള്ള മൂവീസിലൊക്കെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കുറെ കൂടെ ബൾക്കി ആയി എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോഗ്രാംസ് ആയി മാറി എന്നാണ് പല സോഴ്സസിലും ഞാൻ കണ്ടത്. അദ്ദേഹം ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളത് സ്വന്തം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ്. ഏകദേശം 18 മുതൽ 20% വരെ ആയിരിക്കും ലേറ്റ് 2000s സൽമാൻ ഖാന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. 2009 പുറത്തു വന്ന ലണ്ടൻ ഡ്രീംസ്, 2010 പുറത്തു വന്ന വീർ പോലുള്ള സിനിമകളിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആപ്പ് ഡെഫിനിഷനും ഒക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യമാണ്. ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടി വരുന്നതുകൊണ്ട് തന്നെ 2011 പുറത്തു വന്ന റെഡി എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2012 പുറത്തു വന്ന എക്താ ടൈഗർ എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാലോ എനിക്ക് തോന്നുന്നത് സൽമാൻ ഖാന് ഈ മൂവീസിലുള്ളത് ഫേക്ക് ആപ്സ് ആണ് എന്നുള്ളതാണ്. ഈ മൂവീസിൽ സൽമാൻ ഖാനുള്ള ആപ്സ് എന്ന് പറയുന്നത് CGI കൊണ്ടാണ് ചെയ്തത്. ആൻഡ് അത് പറയാൻ പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന് ആപ്പ് അലൈൻമെന്റ് വല്ലാതെ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും സ്വന്തം ആപ്പ് അലൈൻമെന്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പലർക്കും പല ടൈപ്പ് ഓഫ് ആപ്സ് ആയിരിക്കും ഉള്ളത്. ചിലർക്ക് വളരെ ഈവൻ ആയിട്ടുള്ള ആപ്സ് ആയിരിക്കും, ചിലർക്ക് അൺഈവൻ ആയിട്ടുള്ള ആപ്സ് ആയിരിക്കും, ചിലർക്ക് 6 പാക്ക് ആയിരിക്കും, ചിലർക്ക് 8 പാക്ക് ആയിരിക്കും, ചിലർക്ക് 10 പാക്ക് ആയിരിക്കും. ആൻഡ് ഇതൊക്കെ വരുന്നത് സ്വന്തം ജനറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഒരാൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് ചെയ്തുകൊണ്ടായിട്ട് 6 പാക്കോ 8 പാക്കോ അല്ലെങ്കിൽ 10 പാക്കോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് പ്യൂർലി ബേസ്ഡ് ഓൺ ജനറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ആപ്പ് അലൈൻമെന്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ആ കൊണ്ടുവരുന്ന ആപ്പ് എന്ന് പറയുന്നത് ഫേക്ക് ആപ്സ് ആണ് എന്നുള്ളതാണ്. ബൈ ദ വേ, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. 2012 ഏക്താ ടൈഗർ എന്ന് പറയുന്ന സിനിമയിലെ ആപ്സ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്തത് എന്ന് സൽമാൻ ഖാൻ തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടാണ് ഈ ഫേക്ക് ആപ്സ് വരുത്തിയത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെ കളിയാക്കുവോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയുവോ ഒന്നുമല്ല ഇവിടെ ചെയ്തത്. ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫേക്ക് ആപ്സ് വരുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുന്നത് തെറ്റാണ്. ആൻഡ് എൻ്റെ ഒപ്പീനിയൻ പ്രകാരം CGI വഴി ഫേക്ക് ആപ്സ് കൊണ്ടുവന്നിട്ട് അത് പബ്ലിക്കായി വെളിപ്പെടുത്തുന്നത് സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ട് അത് വെളിപ്പെടുത്താതിരിക്കുന്നതിനേക്കാൾ എത്രയോ അധികം നല്ലതാണ്. ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാവുന്നത് ഏർലി 2010s സൽമാൻ ഖാൻ കുറച്ച് ബൾക്കിയായി വരുന്നു, കുറച്ച് തടിച്ചു വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ്. ഇതിന് ശേഷം പുറത്തു വന്ന 2014 ജയ് ഹോ അല്ലെങ്കിൽ 2016 സുൽത്താൻ, 2019 ദബാങ് 3, 2021 രാധേ പോലുള്ള സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടി വരുന്നു എന്നുള്ള കാര്യമാണ്. വയസ്സായ ഒരാൾക്ക് എങ്ങനെയാണോ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നത് അതേപോലെ തന്നെയാണ് സൽമാൻ ഖാനിന് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടി വരുന്നത്. പ്രത്യേകിച്ച് 2019 ദബാങ് 3 എന്ന് പറയുന്ന സിനിമയിലെ ചില സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് സ്ലൈറ്റായി വയറ് ചാടിയും വരുന്നു എന്നുള്ള കാര്യമാണ്. മറ്റുള്ള പല കോൺട്രവേഴ്സീസിലും അലജഡ് ക്രിമിനൽ ആക്ടിവിറ്റീസിലും വരെ സൽമാൻ ഖാനിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും കമന്റബിൾ ആണ്. आजकल ये जो स्टेरॉइड वगैरह चक्कर चल रहा है, यही पूछना चाह रहे थे ना? हाँ, ये बहुत गलत चक्कर चल रहा है और किसी को यूज़ नहीं करना चाहिए. यूज़ तो क्या, बहुत सारे लोग इसको मिसयूज़ करते हैं, which is really bad for their bodies.
ബോഡി ബിൽഡിംഗ് ഒരു ലോങ് ടേം ആക്ടിവിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് ഒത്തിരി ഡെഡിക്കേഷൻ വേണം എന്നുള്ളത് മനസ്സിലാക്കാനോ തീർച്ചയായിട്ടും സൽമാൻ ഖാനെ നമുക്കൊരു ആസ്പിറേഷനായി എടുക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് കൊടുക്കുക. ഇതുപോലെ പല സെലിബ്രിറ്റീസിൻ്റെയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.